BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. M5 ലൈവിലേക്ക് സ്വാഗതം. ദേശീയ രാഷ്ട്രീയം അതിശക്തമായ കൊടുങ്കാറ്റിലൂടെയാണ് കടന്നുപോകുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയ ബില്ലും പരാജയപ്പെടുത്തിയത് പ്രതിപക്ഷത്തിന്റെ നേട്ടമായിരുന്നു, ഐക്യമായിരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ പ്രതിപക്ഷം പാടെ തകർന്ന് തരിപ്പണമാവുകയും പ്രതിപക്ഷ കക്ഷികൾ ഭിന്നിച്ച് ദുർബലമാവുകയും ചെയ്തിരിക്കുന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 2/3 ഭൂരിപക്ഷത്തിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്നു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ വനിതാ സംവരണ ബില്ലും മണ്ഡല പുനർനിർണയവും അടക്കമുള്ള ബില്ലുകൾ വീണ്ടും കൊണ്ടുവരുമെന്നാണ് സൂചന. ഏപ്രിലിൽ ബില്ല് പരാജയപ്പെട്ടത് 54 വോട്ടുകളുടെ കുറവിലായിരുന്നു. ജനാധിപത്യത്തിന്റെ വിജയം, പ്രതിപക്ഷത്തിന്റെ വിജയം എന്നൊക്കെ അവകാശപ്പെട്ടുവെങ്കിലും വനിതാ സംവരണ ബിൽ പരാജയപ്പെടുത്തി അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വനിതകളെ അകറ്റി നിർത്തിയത് വൻതോതിൽ ചർച്ചയാവുകയും ഒരു പരിധിവരെ പ്രതിപക്ഷ കക്ഷികൾക്ക് തിരിച്ചടിയാവുകയും ചെയ്തിരുന്നു. വനിതകൾക്ക് 3 അധികാര സ്ഥാനങ്ങൾ കിട്ടാനുള്ള അവസരം പ്രതിപക്ഷം ഇല്ലാതാക്കി എന്ന രീതിയിൽ ചർച്ച ഉയർത്തിക്കൊണ്ടുവരാൻ BJPക്ക് കഴിയുകയും ചെയ്തു. ഇതിനിടെ കേന്ദ്ര സർക്കാരിന് ഏറ്റവും വലിയ അനുഗ്രഹമായി മാറിയത് ബംഗാൾ തിരഞ്ഞെടുപ്പാണ്. ബംഗാളിൽ അധികാരം നഷ്ടപ്പെട്ട തൃണമൂലിന്റെ 28 ലോക്സഭാ MPമാരിൽ 20 പേരും പ്രത്യേക വിഭാഗമായി പിളർന്ന നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യയിൽ ലയിച്ചു. ഇവർ NDAയുടെ ഘടകകക്ഷിയായി മാറുകയും ചെയ്തു. 2 MPമാർ കൂടി തൃണമൂൽ വിടുമെന്ന് തന്നെയാണ് സൂചന. അതേസമയം തന്നെ മഹാരാഷ്ട്രയിലെ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗത്തിലെ 9 MPമാരിൽ 6 പേർ ഷിൻഡെ വിഭാഗത്തിൽ ചേർന്നു. കൂടാതെ തമിഴ്നാട് രാഷ്ട്രീയത്തിലും മാറ്റത്തിന്റെ സൂചനയാണ് കാണുന്നത്. TVK നേതാവും പ്രമുഖ ചലച്ചിത്ര നടനുമായ വിജയ് അധികാരം പിടിച്ചപ്പോൾ അവർക്ക് പിന്തുണ നൽകി മന്ത്രിസ്ഥാനം വാങ്ങിയ കോൺഗ്രസ് തങ്ങളെ പിന്നിൽ നിന്ന് കുത്തിയെന്നും ചതിച്ചുവെന്നാണ് DMK അണികളുടെയും നേതൃത്വത്തിന്റെയും വികാരം. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് പുറത്തു വന്ന DMK BJP നേതൃത്വവുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. DMKയുടെ 22 MPമാർ NDAയെ പിന്തുണയ്ക്കുമെന്നാണ് സൂചന. പിന്നെ വെറും 4-6 MPമാരുടെ പിന്തുണ മാത്രമേ 2/3 ഭൂരിപക്ഷത്തിന് നരേന്ദ്രമോദിക്ക് വേണ്ടിവരികയുള്ളൂ. UPയിലെ പ്രതിപക്ഷ കക്ഷിയായ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും വിമത ഭീഷണിയെ തുടർന്ന് പിളർപ്പിന്റെ വക്കിലാണ്. ഈ വിമതന്മാരെയും ചില പ്രാദേശിക കക്ഷികളിലെ MPമാരെയും ഒപ്പം കൂട്ടിയാൽ 2/3 ഭൂരിപക്ഷം ഉറപ്പാക്കാനാകും. മോദി അമിത്ഷാ കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ തന്ത്രത്തിൽ പ്രതിപക്ഷ നിര അസ്തപ്രജ്ഞരായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അവർ തീരുമാനിച്ചാൽ അവർ നടത്തും എന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ നിരീക്ഷണങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും ഒരിക്കൽ കൂടി അടിവരയിടുന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും നീക്കങ്ങളും. മാത്രമല്ല, ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അടക്കമുള്ള 2/3 ഭൂരിപക്ഷം ആവശ്യമുള്ള മറ്റു ബില്ലുകളും ഇതിന് പിന്നാലെ തന്നെ എത്തുമെന്നാണ് സൂചന. നന്ദി, നമസ്കാരം. BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി.